നിലമ്പൂരിൽ പോളിംഗ് അവസാനിക്കാൻ ഇനി 5 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. അവസാന വോട്ടറെ കൂടി ബൂത്തിലേക്ക് എത്തിക്കാൻ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഏജന്റുമാരുടെ ഭാഗത്തു നിന്നൊക്കെ തകൃതിയായ നീക്കങ്ങൾ നടക്കുകയാണ്. ചിലയിടങ്ങളിൽ ഈ അവസാന നിമിഷവും വോട്ടർമാർ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ ഒഴിഞ്ഞു നിന്നു, അതുകൊണ്ട് കൂടുതൽ വോട്ടർമാർ എത്തുകയും ചെയ്തിട്ടുണ്ട്. 70.76% എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച പോളിംഗ്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നിതിൻ അംബുജൻ അമരമ്പലത്ത് നിന്ന് തത്സമയമുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, നേരത്തെ ആര്യാടൻ ഷൗക്കത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം പറയാൻ തയ്യാറായില്ല, പക്ഷേ മികച്ച വിജയപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അമരമ്പലം എന്നുള്ളത് മുൻപൊക്കെ ലീഗിന് വലിയ സ്വാധീനമുള്ള ഇടമായിരുന്നു, പക്ഷേ കഴിഞ്ഞ 2 തവണയും PV അൻവറിനൊപ്പം നിന്ന പഞ്ചായത്ത് എന്ന തരത്തിൽ കൂടി ഏറ്റവും നിർണായകമാകാൻ പോകുന്ന മറ്റൊരു പഞ്ചായത്താണല്ലോ. അവിടുത്തെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ഔദ്യോഗിക കണക്ക് എപ്രകാരമാണ്? ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് വോട്ടേഴ്സ് എത്തിച്ചേരുന്നുണ്ടോ? അനുജ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ ലീഗിന് അനുകൂലമായ ഒരു പഞ്ചായത്താണ്. പിന്നീട് 2 തവണ, അതായത് 2016-ലും 2021-ലും ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. 2021-ൽ PV അൻവറിന് 1494 വോട്ടിന്റെ മേൽക്കൈ ഭൂരിപക്ഷം ഇവിടെ നൽകിയിരുന്നു. ഇത്തവണ ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ്. അമരമ്പലം പഞ്ചായത്തിൽ വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം ഇടതുമുന്നണി പങ്കുവയ്ക്കുന്നുണ്ട്. അല്പസം മുമ്പാണ് ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ എത്തി ബൂത്ത് സന്ദർശിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ്. പക്ഷേ കൃത്യമായ കണക്കിലേക്ക് അദ്ദേഹം ഇപ്പോൾ ആ ഒരു കണക്കൂട്ടലിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. BV പ്രകാശിന്റെ കുടുംബം അവസാന നിമിഷം വോട്ട് രേഖപ്പെടുത്തി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ചോദ്യത്തിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് UDF-ന്റെ വോട്ടുകളിൽ വിള്ളൽ രേഖപ്പെടുത്താൻ എന്തായാലും കഴിയില്ല, വലിയ ഭൂരിപക്ഷം ലഭിക്കും. അമരമ്പലം പഞ്ചായത്തിലടക്കം ഇത്തവണ സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. ഈ അവസാന മണിക്കൂറുകളിൽ, അവസാന നിമിഷങ്ങളിൽ ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. നേരത്തെ വലിയ തിരക്ക് അനുഭവപ്പെട്ട ഒരു ബൂത്താണ് ഞാൻ ഈ നിൽക്കുന്ന ചുള്ളിയാട് ഈസ്റ്റിലെ 255, 256. അമരമ്പലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് കൂടിയാണ്, സ്ഥലം കൂടിയാണ്. 1100-ലധികം വോട്ടർമാർ ഇവിടെയുണ്ട്. മഴ മാറി നിന്ന ഒരു അന്തരീക്ഷത്തിൽ ആളുകളൊക്കെ തന്നെ വലിയ തിരക്കോടുകൂടി, ആവേശത്തോടുകൂടി തന്നെ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തിരക്കുകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അമരമ്പലം പഞ്ചായത്തിലെ മറ്റൊരു വാർഡിൽ ബൂത്തിൽ ഇപ്പോഴും ചില ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിൽ തന്നെ അതുകൂടെ നമുക്ക് പരിശോധിക്കാം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോடு തന്നെയാണ് ഇരു മുന്നണികളുള്ളത്. വലിയ സമാധാനത്തോടെ തന്നെ ഇപ്പോൾ വോട്ടെടുപ്പ് അതിന്റെ അവസാന നിമിഷങ്ങളിൽ കടന്നിരിക്കുകയാണ്. അനുജ.